അതിലും കുറെ ഞാൻ ആദ്യം ഞാനൊരു ഇതേ പറഞ്ഞ പോലെ ഗെയിമിന്റെ ഭാഗത്ത് ഞാൻ അവിടെ പൊക്കം വരയ്ക്കാൻ പോകുന്നല്ല. അന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ എനിക്ക് ഗെയിം എന്താണെന്നല്ല മനസ്സിലായിരുന്നു. ഞാൻ അവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരൊക്കെ കുടിപ്പിച്ചു. അതേ കുറേ ഒരു കല്ലർ മാസം കളിച്ചതല്ലേ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞതിന് ശേഷം കണ്ടസ്റ്റൻസ് എല്ലാവരും പുറത്തെത്തിയിട്ട് ഓരോരുത്തരായിട്ട് പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും പിന്നെ സ്വന്തം സോഷ്യൽ മീഡിയ പേജസിലൂടെയൊക്കെ ഇൻ്റർവ്യൂസും പറയാനുള്ള കാര്യങ്ങളും അതിനുള്ളിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ പുറത്തു വന്ന് ന്യായീകരിക്കാനും വ്യക്തമാക്കാനും ഒക്കെ പല ചാൻസസ് ആയിട്ട് അവരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പല സോഷ്യൽ മീഡിയ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ ഒരു കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്നവരും പിന്നെ ഞാൻ ഈ ഒരു കൂട്ടത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാരും കൂടിയാണ്, ആ ഒരു കണ്ടീഷനിൽ ഷാനവാസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. വന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലാണ്. യെസ്, ബാക്കി എല്ലാവരും പല ചെറിയ പ്ലാറ്റ്ഫോംസിൽ ഓൺലൈൻ ഇതിനൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഷാനവാസ് വളരെ പക്വതയായിരുന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, വളരെ മച്ചുവേർഡായിട്ടുള്ള മറുപടികളും അഭിപ്രായങ്ങളുമാണ് ഷാനവാസിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ വളരെയധികം പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന മത്സരാർത്ഥിയായിരുന്നു ഷാനവാസ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം തുടക്കത്തിൽ ഞാൻ എങ്ങനെയാണ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. പക്ഷേ ഷാനവാസിനോട് എനിക്ക് വിയോജിപ്പ് തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആദില നൂറ വിഷയം തന്നെയാണ്. കാരണം വെച്ചാൽ ഷാനവാസ് ആ പെങ്ങന്മാരിലേക്ക്, ആ പെങ്ങൾ പാസത്തിലേക്ക് ഒതുങ്ങിക്കൂടിയിട്ട് സ്വന്തം വ്യക്തിത്വവും സ്വന്തം ആ ഒരു സെൽഫ് സ്വയം ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ആ ഐഡൻറ്റിറ്റി പോലും തുലയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിമായിരുന്നു ഷാനവാസിൻ്റെ. അതിന് ഒരുവിധം എല്ലാവരും അത് പറഞ്ഞിട്ടുണ്ട്. വളരെ ശക്തമായിട്ട് ഞാൻ ഒരു ഇതും നോക്കാതെ ഞാൻ പറഞ്ഞൊരു കേസാണ്. എനിക്ക് ഷാനവാസിൻ്റെ ഗെയിം ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് ഇപ്പോഴും ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഷാനവാസ് ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നത്, നിങ്ങൾ എത്ര പേര് ഇൻ്റർവ്യൂ കണ്ടു എന്നുള്ള അറിയില്ല, ഏഷ്യാനെറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർവ്യൂ തന്നെ പറയുന്നുണ്ട്, അതായത് ഞാനും അങ്ങനെ പേഴ്സണലി ബിലീവ് ചെയ്യുന്നു, ലാലേട്ടൻ്റെ കൈ പിടിച്ച് നിൽക്കാൻ കേപ്പബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ കൈ പിടിച്ച് നിൽക്കേണ്ട രണ്ട് വ്യക്തികൾ, ഒന്ന് ഷാനവാസും മറ്റ് അനീഷുമായിരുന്നു. ഡെഫിനറ്റ്ലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. ഞാൻ അവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്പോട്ടിൽ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിയെ കണ്ടിട്ടില്ല. കാരണം അതിന് മാത്രം കോണ്ടന്റ് അനുമോൾ കൊടുത്തിരുന്നില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടായിരിക്കാം, എൻ്റെ ഒരു പേഴ്സണൽ പ്രകാരം. ഓക്കെ, പക്ഷേ അതതിനുള്ളിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയധികം ഹ്യൂജ് ഫാൻ ഫോളോയിങ് ആണ്. ഫസ്റ്റ് വീക്കിലെ വോട്ടിംഗ് ലാലേട്ടൻ കാണിച്ച സമയത്ത് തന്നെ നിങ്ങൾക്ക് ഷാനവാസ് നോമിനേഷനിൽ വരുന്ന സമയത്തുള്ള ആ ഒരു എവിക്ഷനിൽ വരുമ്പോൾ ആ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് കണ്ടാൽ തന്നെ അറിയാം. വോട്ടിംഗ് ആണ് ബിഗ് ബോസിന് അടിസ്ഥാനമെങ്കിൽ ഷാനവാസിനെ കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരാൾ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ബിഗ് ബോസ് മെറ്റീരിയൽ, തീരെ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല, കുറച്ചൊക്കെ ബിഗ് ബോസിൻ്റെ ആ ഒരു സംഭവമൊക്കെ മനസ്സിലാക്കി കുറച്ച് ഗെയിമും കൂടി വരെ കളിച്ചിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ആ ആദിലിന് നൂറിൻ്റെ അടുത്ത് വിട്ട് നിന്നിട്ട് ആ പെങ്ങൾ പാസം നട്ടപാതിരയ്ക്കുള്ള പെങ്ങൾ ചർച്ചയും പരിപാടിയും കാര്യങ്ങളും ഒഴിവാക്കിയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പറഞ്ഞ പരിപാടി ഷാനവാസ് ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നു ലാലേട്ടൻ്റെ കൈ പിടിച്ച് അനീഷിൻ്റെ പുറത്ത് ഞാനായിരിക്കും നിൽക്കുന്നു എന്നുള്ളത്. കൊളാക്കിയത് ഷാനവാസിൻ്റെ ഗെയിം തന്നെയാണ്. ഞാൻ അതിനുള്ള തക്കതായിട്ടുള്ള വിമർശിച്ചിട്ടുണ്ട്. പിന്നെ ഗെയിമിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു. അത് ഗെയിം, ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ അതൊരു ഗെയിം ഷോ ആണ്. നമ്മൾ ആദ്യമായിട്ടല്ല ഈ ഒരു പരിപാടി ഈ ഒരു സീസൺ 7 ചെയ്യുന്നത്. 2-3 സീസണായി, 3-4 സീസണായില്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോനെയാണ്, അതിൽ ഗെയിമിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരെയാണ് വിമർശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമാണ് ഞാൻ അപ്പോൾ അതൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഈ ഒരു ഒറ്റ കാര്യത്തിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് വെച്ചാൽ, ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് എടുത്തിട്ട് ചെറുതായിട്ടെങ്കിലും നമ്മൾ അഭിപ്രായം നെഗറ്റീവ് എന്നുള്ള രീതിയിൽ ഷാനവാസിനെതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ മുഖം കാണിക്കാൻ പോലും ഉറപ്പില്ലാത്ത ചില അലവലാതി ചെറ്റകൾ ഞാൻ ഇങ്ങനെ തന്നെ പറയും. കാരണം എന്താ വെച്ചാൽ, ഇത് ആരൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ കമൻറ്റ് ആൾക്കാരല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊക്കെ ഞാൻ അങ്ങനെ പറയുന്നില്ല. കമൻറ്റ് എഴുതുന്നവർക്ക് അവരവരെ അഭിപ്രായങ്ങൾ പറയാനുണ്ട്. ഷാനവാസിൻ്റെ പറ്റി നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഷാനവാസിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് മുഖം കാണിക്കാൻ പോലും ഈ ഭൂമിയിൽ മറ്റുള്ള പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിക്കാൻ പറ്റുന്ന ഒരു മുഖമോ ഒരു ഐഡൻറ്റിറ്റിയോ പോലും ഇല്ലാത്ത ചില എരപ്പാളികൾ ചാനലുകൾ, ചില എരപ്പാളി ചാനലുകൾ അവർ കൃത്യമായിട്ട് കൊണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ വീഡിയോ കാണുന്നവരാണ് കൃത്യമായിട്ട് ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തിനെ എതിര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ എടുത്തിട്ട് മാത്രം കോണ്ടന്റ് ചെയ്തിട്ട് അരി വാങ്ങിച്ച് കഞ്ഞി കുടിച്ച് പോകുന്ന, അല്ലെങ്കിൽ ഷാനവാസ് കാണുകയാണെങ്കിൽ എന്തെങ്കിലും നക്കാപ്പിച്ച ഷാനവാസ് തന്നാൽ അതും വാങ്ങി നക്കാം എന്ന് വിചാരിച്ച് നടക്കുന്ന ചില എംബോക്കികളുണ്ട്. അവരോടും കൂടിയാണ് പറയുന്നത്, വീഡിയോ ദയവേത് നിങ്ങൾ പറയാ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ, മുഴുവനായിട്ട് കാണുക. കാരണം എന്താ വെച്ചാൽ എതിരഭിപ്രായമുണ്ട് രണ്ടും
പറയുന്നുണ്ട്. പോട്ടെ, ഞാൻ ആ കൂട്ടത്തിലൊന്നും അടിച്ചു തന്നെ ഉള്ളൂ. അപ്പോൾ ഷാനവാസ് പുറത്ത് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നിന്നിരുന്നത് അനീഷിൻ്റെ വിഷയം. അത് വലിയ വിഷയമല്ല, മെയിനായിട്ട് ആദില നൂറയുടെ വിഷയമായിരുന്നു. എന്താണ് ഷാനവാസിൻ്റെ മറുപടി ഈ ഒരു കാര്യത്തിൽ, ബിഗ് ബോസ് ഗെയിമിനെ കുറിച്ച് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഷാനവാസ് ഇതിൽ സംസാരിക്കുന്നുണ്ട്. ആ ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞോ എന്നുള്ള അറിയില്ല, 2-3 ടേക്ക് എടുത്ത വീഡിയോ ഉണ്ട്. ഈ വീഡിയോയിലാണ്, അതിന് മുന്നത്തേലാണോ പറഞ്ഞത് എനിക്കറിയില്ല. ഏഷ്യാനെറ്റ് ന്യൂസിലാണ് ഷാനവാസിൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത്. പിന്നെ വളരെ പക്വതയോടുള്ള വളരെ മെച്ചുവേർഡായിട്ടുള്ള മറുപടി ആയിരുന്നു ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന്. ആ ഇൻ്റർവ്യൂ കാണുന്ന സമയത്ത് തന്നെ സത്യം പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്ന ഷാനവാസിന് ഐ റിയലി ഫീൽ പിറ്റി ഫോർ ദിസ് ഗൈ ഫോർ നോട്ട് ഹാവിങ് നോട്ട് ബീയിങ് ഇൻ ദി ഫസ്റ്റ് ഓർ സെക്കൻഡ് സ്പോട്ട്. തേർഡ് സ്പോട്ടിലേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ള വളരെ കഷ്ടം ആയിപ്പോയി. കാരണം ഈ ഇൻ്റർവ്യൂ നിങ്ങൾ ഏഷ്യാനെറ്റിൽ കണ്ടു എന്നുള്ള അറിയില്ല, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. വളരെ വളരെ കൃത്യമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനത്തെ നിലപാടുകളുള്ള ഷാനവാസ് എന്തുകൊണ്ട് 1ാം സ്ഥാനത്ത് വന്നില്ല എന്നുള്ളതിന് എനിക്ക് ഉത്തരമുണ്ട്. കാരണം ഞാൻ ബിഗ് ബോസ് ലൈവ് കംപ്ലീറ്റ് കണ്ടതായതുകൊണ്ട് മാത്രം ഞാനത് കറക്റ്റായിട്ടുള്ളത് എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഷാനവാസിന് പറയാൻ കുറച്ച് കാര്യങ്ങൾ. ഏഷ്യാനെറ്റിൻ്റെ മൈക്ക് അത്ര ക്ലിയർ അല്ല, അതിൻ്റെ വോയിസ് ക്ലിയർ അല്ല, എനിക്ക് ഇങ്ങനെ കാണിക്കാനേ മാർഗ്ഗമുള്ളൂ. പക്ഷേ ഉള്ളതിൽ നിന്ന് ദയവ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. കുറച്ച് കാര്യങ്ങൾ ഷാനവാസ് പറയുന്നുണ്ട്. വീഡിയോ ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. വീഡിയോ പറ്റുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ കയറി ചെല്ലുമ്പോൾ എല്ലാവർക്കും നമ്മുടെ ബിഗ് ബോസ് കൊടുത്ത ഈ ഒരു വിഷയം പറയാൻ മറന്നു. ജിസേലിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് ഷാനവാസിൻ്റെ പരാമർശം നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഒരു കാര്യം, ഈ ആങ്കറും മാത്രമല്ല ഏഷ്യാനെറ്റിൻ്റെ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് ആങ്കർ വളരെ പക്വതയുള്ള ഒരു ആങ്കറാണ്. പുള്ളി ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ജിസേലിൻ്റെ വസ്ത്രധാരണത്തെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു ജെൻസി എന്നല്ല ഉദ്ദേശിച്ചത്, ഒരു പഴഞ്ചൻ ചിന്താഗതിക്കാരനായിട്ടുള്ള ഒരു അമ്മാവൻ എന്നുള്ള പേരാണല്ലോ അവർ അതിന് നൂറിയും കൊടുത്തിട്ടുള്ളത്. ഒരു അമ്മാവൻ ക്യാരക്ടർ, അമ്മാവൻ നാമധേയം കിട്ടിയിട്ടുള്ള ഷാനവാസ് എന്തുകൊണ്ടാണ് ആദില നൂറ എന്ന് പറഞ്ഞിട്ടുള്ള 2 പെൺകുട്ടികൾ അവരിപ്പോൾ ചെയ്തിട്ടുള്ള ഒരു ആക്ടിനെ അതേ ഒരു ചിന്താഗതിയിലൂടെ കാണാതെ അവർ ചേർത്ത് പിടിക്കാൻ എന്താണ് കാരണം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതും എനിക്ക് അകത്തെടുത്ത ഡ്രസ്സ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്റ്റാർട്ടിങ് ഞാനൊരു സാധാരണക്കാരനും ഒരു നാട്ടുപുറത്ത് വരുന്ന ആളാണ്. എനിക്ക് എന്റേതായ കാഴ്ചപ്പാടുകളുണ്ട്. ഞാൻ ഒരു ചൂക്കേക്കിട്ടൊന്നല്ല, ജെൻസിയല്ല. എനിക്ക് എന്നെ പറഞ്ഞു പഠിപ്പിച്ചതും ഞാൻ കേട്ടതുമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. എന്നാലും ഞാൻ അത്രയും അങ്ങോട്ട് വാങ്ങിച്ചതുമല്ല. എനിക്ക് പക്ഷെ ആ സമയത്ത് എനിക്കത് ആലോചനയായിട്ട് തോന്നി, ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ആലോചനയായിട്ട് തോന്നി. ഞാനത് എന്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അത് ഞാൻ ഒരു എവിക്ഷൻ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റീസൺ പറയാൻ വേണ്ടി പറഞ്ഞത് മാത്രമല്ല, ആ കൺഫെഷൻ റൂമിൽ പോയിട്ട് ഞാൻ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ വസ്ത്രധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വസ്ത്രധാരണ ഒരാളുടെ സ്വാതന്ത്ര്യം ഞാൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വസ്ത്രധാരണയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. വസ്ത്രധാരണ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമുണ്ട്. വസ്ത്രധാരണ സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ നാട്. ആർക്ക് എന്ത് വസ്ത്രം ധരിക്കാം. ഇത് പക്ഷെ ഒരു നമ്മളെ മലയാളി ഓഡിയൻസിന്, വീട്ടമ്മമാരും വീട്ടിലും പിള്ളേരും കാര്യങ്ങളും എല്ലാവരും കൂടി കാണുന്നതായിരുന്നു കുറച്ച് ആരോഗ്യമാവും എന്നുള്ളത് മാത്രമാണ് എനിക്കതങ്ങനെ തോന്നി. ആ സമയത്ത് ഞാനത് പറഞ്ഞു. ഇതാണ് ഞാൻ പക്വതയോടുള്ള മറുപടിയാണ്. എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഈ സമയത്ത് ഞാൻ ഷാനവാസിനെ എതിർത്തിട്ടുള്ളൂ. ഈ വിഷയത്തിലും അതെ, എതിർക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ സീരിയൽ ഓഡിയൻസ് മാത്രമല്ല ഈ ലോകം, സീരിയൽ ഓഡിയൻസ് മാത്രമല്ല ബിഗ് ബോസ് കാണുന്നവർ. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ഷോ ആണ്. അപ്പം അവരും അതിനനുസരിച്ച് വാച്ച് ചെയ്യും. പക്ഷേ ഷാനവാസിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആ സമയത്തൊക്കെ അതിനെക്കുറിച്ച് നല്ല എതിർത്താണ്, അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഷാനവാസ് ഇപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം ജസ്റ്റ് നമ്മളൊന്ന് കേൾക്കുന്നതാണ്. ബിഗ് ബോസ് ഞാൻ മാത്രമുള്ള സമയത്ത് കൺഫെഷൻ റൂമിലും മാത്രം പറഞ്ഞ കാര്യമല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനത് വേറെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമോ അല്ലെങ്കിൽ നോമിനേഷൻ ഇടാൻ വേണ്ടി മാത്രമായിട്ടോ റീസൺ കണ്ടെത്തിയിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ പറഞ്ഞില്ല. ഞാൻ അത് കഴിഞ്ഞ് നേരെ ഹൗസിൽ പോയിട്ട് സെയിം സാധനം ഞാൻ ജിസയോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു എനിക്ക് ബിഗ് ബോസിന്റെ ഓഡിയൻസ് ആരാ എന്തായാലും എനിക്കറിയില്ല. ടെലിവിഷനിൽ വരുന്നു, ടെലിവിഷനിൽ നമ്മുടെ സാധാരണക്കാരും എല്ലാവരും ഇന്നൊരു സീരിയൽ ഓഡിയൻസ് ഒക്കെ ഇരുന്ന് കാണുന്ന വീട്ടമ്മമാരും വീട്ടുകാരൊക്കെ കാണുന്നതല്ലേ എന്നുള്ളൊരു സാധാരണ മനസ്സ് വെച്ചുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതാണ് ഉപദേശമാണ്. ഞാൻ ജിസേലിനോട് ഞാൻ പറഞ്ഞു ജിസേൽ ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ ഒരു നമ്മളെ മലയാളി, കാരണം അവര് പുറത്തുനിന്ന് വരുന്നല്ലേ, അവർക്ക് ചിലപ്പോൾ ഇവിടുത്തെ ഓഡിയൻസിന്റെ പൾസ് അറിയണമെന്നില്ല. അപ്പൊ ഞാൻ അറിയുന്ന സീരിയൽ ഓഡിയൻസിൽ ഞാൻ അത് എനിക്ക് അറിയുന്ന ആൾക്കാരാണ്. വീട്ടമ്മമാര് വീട്ടില് ആ ഒരു പൾസാണ് എനിക്ക്. കാരണം അവരുടെ സ്നേഹം അവരുടെ ഇതെല്ലാം കേട്ടും കണ്ടുമാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വിഷയത്തിന് ഞാനന്ന് സമീപിച്ച്, നിങ്ങൾ ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, ഇത്രയേ ഉള്ളൂ.
ഷാനവാസിന് ഹ്യൂജ് സീരിയൽ ഓഡിയൻസിൻ്റെ ബാക്കപ്പാണുള്ളത്. അപ്പോൾ ഷാനവാസ് സംസാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഷാനവാസ് ബിഗ് ബോസിൽ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ എന്നാലും പറയണേ, ഷാനവാസ് അതിനുള്ളിൽ ചെന്ന് ചെയ്യുന്ന ആക്റ്റുകളെല്ലാം, അതായത് ചെയ്യുന്ന എല്ലാ ഗെയിം സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാം ഈ ഒരു ഓഡിയൻസിനെ പ്രീതിപ്പെടുത്താനുള്ളതായിരിക്കണം. അതുതന്നെയായിരുന്നു. അതിൽ വിപരീതം സംഭവിച്ചതാണ് ആദില നൂറയുടെ കേസ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഷാനവാസ് പറഞ്ഞിട്ടുള്ളത്. ഡെഫിനറ്റ്ലി അത് ഷാനവാസിൻ്റെ ഓഡിയൻസ് സ്വീകരിച്ചു. ഞാൻ ഇതാണ് അന്ന് പറഞ്ഞിരുന്നത് കേട്ടോ. അവര് ജിസേലിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു പത്തനാനിൽ എത്തിച്ചു കഴിഞ്ഞാൽ ജിസേലിനെ അവർ ഇഷ്ടപ്പെടും എന്നുള്ള ഉപദേശം കൊടുത്തു. ഞാൻ ഇപ്പോൾ വന്നതും ഹൗസിൽ വന്നതും ഞാൻ ജിസേലിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് രഹസ്യമായിട്ട് വെച്ചിട്ടില്ല. ഞാനത് ഓപ്പണായിട്ട് അവിടെ ജിസേലിനോട് ഒന്ന് പറഞ്ഞു തരാം. പിന്നീട് അങ്ങോട്ട് എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞത് അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനത് ഈ പറഞ്ഞ പോലെ ആദില നൂറ അവരും ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞതിനെതിരെ സംസാരിക്കുന്നത് ഞാൻ അറിഞ്ഞു. അത് മൂപ്പര് നോക്കേണ്ട കാര്യം എന്താ, മൂപ്പരുടെ അമ്മാവൻ അങ്ങനെ എന്തൊക്കെയോ അമ്മാവനാണെങ്കിൽ പിന്നെയും തിരക്കടില്ലായിരുന്നു. വളരെ മോശമായിട്ടുള്ള പേര് കിട്ടിയത് അമ്മായി എന്നൊക്കെയാണ്. അത് അതിലേക്ക് നൂറയ്ക്ക് നന്ദി പറയാതെ വയ്യ, പക്ഷെ അതിന് വളരെ കൃത്യമായിട്ട് കണക്കിന് ഷാനവാസ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായി. ഞാൻ പറഞ്ഞത് ആർക്കും ഇഷ്ടമായില്ല. അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ ചോദ്യം ചെയ്യാൻ ഞാനാവല്ല. ഓക്കെ, ഞാനത് വിട്ടു പറഞ്ഞു. പിന്നെ എനിക്ക് ഇവര് ധരിച്ചാലും അവര് ധരിച്ചാലും ഒന്നും എനിക്കൊരു പ്രശ്നമായില്ല. അവരായി അവരുടെ പാടായി. അവരുടെ സ്വാതന്ത്ര്യത്തിന് ഞങ്ങൾ വിട്ടു. പറയാനുള്ളത് പറഞ്ഞു. അത് അവർ ആർക്കും എടുത്താൽ ഈ ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഡെഫിനറ്റ്ലി ആദില നൂറ. ഷാനവാസിൻ്റെ ബിഗ് ബോസ് ജീവിതത്തിൽ ഒരു കറുത്ത അധ്യായം എന്നൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. ഷാനവാസിൻ്റെ ബിഗ് ബോസ് ജീവിതത്തിൽ വളരെ മോശമായിട്ടുള്ളൊരു ഏടായിരുന്നു, വളരെ മോശമായിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു ആദില നൂറ. ഞാൻ അവർ മോശം എന്ന് പറയുന്നില്ല കേട്ടോ. ഞാൻ ഈ വിഷയത്തിൽ ആദില നൂറയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏത് വിഷയത്തിൽ? ആദില നൂറ അവരെങ്ങനെ വെച്ചാൽ അവർ ജീവിച്ചോട്ടെ, അവരങ്ങനെയൊക്കെ ആയി. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതേ ഷാനവാസത്തിൽ അവരെ കുറിച്ച് പറയണത് അതേ അഭിപ്രായം തന്നെ എനിക്കുണ്ടായിരുന്നുള്ളൂ. അവരങ്ങനെ ആയിപ്പോയി, അവരങ്ങനെ ജീവിച്ചോട്ടെ. ഇനി എന്തിനാണ് അവർ ഇതാക്കണത്, അവർ എതിർക്കണം? അതൊരു ഗെയിം ഷോയിൽ വന്നിട്ടുള്ള രണ്ടാൾക്കാരല്ലേ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഈ ആദിലയും നൂറേനെയും പെങ്ങന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടുപിടിച്ചിട്ട് ആ ഇരുത്തവും അവരെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇപ്പോൾ ഗെയിം സ്ട്രാറ്റജി ആണെന്നാണ് ഷാനവാസിൽ പറയുന്നത്. ഷാനവാസ് വളരെ കൃത്യമായി പറയുന്നത് അത് ഷാനവാസിൻ്റെ ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു അവരെ കൂട്ടുപിടിച്ചത്. ഷാനവാസാണ് എക്സ്പ്ലനേഷൻ തരുന്നത്. കൂട്ടുപിടിച്ച ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. കൂടെ വന്ന് അവരുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് അവരെ ഒരു പെങ്ങന്മാരെ പോലെ തോന്നി കൂടെ കൂട്ടി എന്നാണ് ഷാനവാസ് പറയുന്നത് കേട്ടോ. ആദ്യം ഞാനൊരു പറഞ്ഞ പോലെ ഗെയിമിന്റെ ഭാഗത്ത് ഞാൻ അവിടെ പൊക്കം വയ്ക്കാൻ പോകുന്നതല്ല. നന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ എനിക്ക് ഗെയിം എന്താണെന്നല്ല മനസ്സിലായത്. ഞാൻ അവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരൊക്കെ പുതുപ്പിച്ചു. ആദ്യം പറയുന്ന ഒരു കല്ലർ മാസം കളിച്ചതല്ല. അങ്ങനെ അസോസിയേഷൻ ഉണ്ടാക്കി വർക്കാവുന്ന അറിയായിരുന്നു. ഞാനിത് പറഞ്ഞിരുന്നു കേട്ടോ, ഈ ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്ന കേസ്. കാരണം വെച്ചാൽ ഞാൻ വിചാരിച്ച ഇത്രയേ ഉള്ളൂ, കമ്മ്യൂണിറ്റി ആ ഒരു കമ്മ്യൂണിറ്റീൻ്റെ വോട്ട് കിട്ടാനുള്ള ഷാനവാസിൻ്റെ സ്ട്രാറ്റജി ആയിരുന്നോ എന്നൊരു സംശയം അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഷാനവാസ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് അക്ബറിനെയും ടീമിനെയും തകർക്കാനാണെന്നുള്ളത്. ഞാൻ വളരെ രൂക്ഷമായിട്ട് എൻ്റെ വീഡിയോസ് കണ്ടവരൊക്കെ അറിയാം, എല്ലാ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ. നമ്മൾ പിന്നെ ഈ സീസണിൽ ഞാൻ എങ്ങനെയായിരുന്നു, എൻ്റെ പഴയ സീസണൊക്കെ കാണുന്നവർക്ക് അറിയാം. ഞാൻ ഇത്രയേ ഉള്ളൂ, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. രാവിലെ ഒരാളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വൈകുന്നേരം ചിലപ്പോൾ അയാൾ തിരിച്ച് പറഞ്ഞിട്ടുള്ളൂ. അതായത് ഓരോ വ്യക്തികളെയും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു വ്യക്തി എന്താണോ ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് കാണിക്കുന്നത്, അയാളുടെ ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു നിലപാട്, ഒരു ആക്ട്, അത് നമുക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമേ പറഞ്ഞത്. ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടമാണ്. അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ റിവ്യൂ കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതായത് എനിക്ക് എന്നെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാമെന്നാണ് അനീഷ്. അവരെ ഞാൻ ഒറ്റ തിരിഞ്ഞെന്ന് നേരിടാൻ തീരുമാനിച്ചു. ഇപ്പോഴത്തെ അപ്പുറം ഗ്രൂപ്പ് തിരിഞ്ഞാണ് എന്നെ ആക്രമിക്കാൻ വന്നത്. അപ്പൊ എനിക്കൊരു ഗ്രൂപ്പ് വേണം. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ഈ അക്ബർ ആക്രമിക്കാൻ വന്നിട്ടുണ്ട്, അനീഷ് ഷാനവാസിനെ ആക്രമിക്കാൻ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നില്ല. അനീഷിൻ്റെതായ ഗെയിം സ്ട്രാറ്റജി വെച്ച് പോവുമായിരുന്നു. അനീഷിൻ്റെ കേസ് അതാണ്. അല്ലാണ്ട് അനീഷ് ഒറ്റയ്ക്ക് ആക്രമിക്കാൻ വന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാനവാസിനെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. ഷാനവാസാണല്ലോ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ളത്, നമുക്കറിയില്ലല്ലോ. ഞാൻ നോക്കുമ്പോൾ എന്നെ പോലെ തന്നെ സമാന പ്രശ്നം അക്ബറിന്റെ ടീമിന്റെ അടുത്തും ഏറ്റുവാങ്ങുന്ന ആദിലെന്ന് പറയും. ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞു, ഒന്നിച്ച് നേരിടാന്ന് പറഞ്ഞു. ഗെയിമിന്റെ ഭാഗമായിട്ട് പോകുക. പക്ഷെ ഇവര് ഒരുപാട് ഞാൻ അനുഭവിച്ച സമാന പ്രശ്നങ്ങൾ ഇവരെ കേൾക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് ഇവരോട് പറഞ്ഞ പോലെ തന്നെ ഒരു മക്കളോടുള്ള സ്നേഹവും ഒരു സിസ്റ്റേഴ്സിനോടുള്ള സ്നേഹമൊക്കെ എനിക്ക് ഇവരോട് കയറി വന്നു. കാരണം നമ്മൾ കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും കൂടുതൽ നേരം നമ്മൾ സംസാരിക്കുകയും നമ്മളെ ശത്രുവായിട്ട് കാണാതിരിക്കുക, നമ്മളെ കുറിച്ച് ആവശ്യമില്ലാത്തൊന്നും പറയാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവരോട് സ്നേഹം ഇഷ്ടപ്പെടുന്നു. അത് കയറി വരാൻ പാടില്ലായിരുന്നു. ഇത് നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഏഷ്യാനെറ്റിൻ്റെ വോയിസിന് വളരെ മോശമാണ്. ആ ഒരു ഇഷ്ടം കയറി വരാൻ പാടില്ലായിരുന്നു. ഗെയിമായിട്ട് കാണണമായിരുന്നു. ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരോട് ഭയങ്കര ഒരു സഹതാപം തോന്നിയിരുന്നു.
ഇങ്ങനെ പുറകെ നടന്നിട്ട് അവർ നേരെ തിരിച്ചു പറയുക. പക്ഷെ അതുകൊണ്ട് അവർക്ക് ഭയങ്കര നെഗറ്റീവ് അടിച്ചു. അതും സത്യം തന്നെയാണ്. അവസാനത്തേക്ക് എന്തിന്റെ പുറത്താണെങ്കിലും എനിക്ക് അവരെ മാറ്റി നിർത്താൻ തോന്നിയില്ല, അനീഷിനെ മാറ്റി നിർത്താൻ തോന്നിയില്ല. അതേപോലെ തന്നെ എനിക്ക് ഇവരെ മാറ്റി നിർത്താൻ തോന്നിയില്ല. ഇവര് മോർണിംഗ് ആക്ടിവിറ്റിയിലും അവിടെ ഇവിടെയും ഒക്കെ എനിക്കെതിരെ സംസാരിക്കും ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഇത് നമ്മൾ എതിർത്തതെന്ന് എന്താ വെച്ചാൽ ഇതൊരു ഗെയിം ഷോ ആണ്, എല്ലാവരും മത്സരിക്കാനാണ് നിൽക്കുന്നത്. അങ്ങനെ ഷാനവാസ് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അവിടെ. ഷാനവാസും അവരെ പോലെ ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ്. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കുറേയൊക്കെ തൊലച്ചിട്ടുണ്ടാവും അവൻ്റെ ഗെയിം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് അവർക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല. അത് അവരുടെ ബുദ്ധിമോശം എന്ന് ഞാൻ വിചാരിച്ചു. അവർക്കത് അവര് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അവർ പുറത്ത് അവർക്ക് വരും. അത് അവര് അനുഭവിക്കല്ലാതെ ഇല്ല. എനിക്ക് അവരോട് ഞാൻ പറയേണ്ട സമയത്ത് ഞാൻ അവരുടെ മുഖത്തോട്ട് കുറെ കാര്യങ്ങൾ ഞാൻ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഗെയിം കളിക്കേണ്ട സമയത്ത് ഞാൻ അവർക്കെതിരെ ഞാൻ ഗെയിം കളിച്ചു. പക്ഷെ അവരോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. ആ സ്നേഹം അവര് എന്ത് ജീവിതത്തിൽ തീരുമാനം ഇതിനകത്ത് കുറെ പേര് വിചാരിക്കുന്നതും ഷാനവാസിന്റെ പെൺകുട്ടികൾ അതിലാണ് ലേബലുണ്ട്. അതെ അതെ അതെ, എനിക്ക് അതിൽ ആക്ഷേപമില്ല. ഇത് പുറത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല, അങ്ങനെ ആയാലും എനിക്ക് സന്തോഷമുള്ളൂ. എനിക്ക് അവര് മനുഷ്യരല്ലേ, അവരവരുടെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുമോ എന്നുള്ളത് എന്നെ ബാധിക്കുന്ന കാര്യമില്ല. എനിക്ക് അതിലൊന്നും ആധികാരികമായിട്ട് സംസാരിക്കാനും അറിയില്ല, മറ്റേ എതിര് പറയാനും അറിയില്ല, അനുകൂലിച്ച് പറയാനും അറിയില്ല. അവര് ജീവിതത്തിൽ തീരുമാനം എടുക്കും. വളരെ കൃത്യമായിട്ട് ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ നിലപാട്. ഇത് പുറത്തിറങ്ങിയതിന് ശേഷം ഇങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ, ഇതിപ്പോൾ ഗെയിം ഷോ അല്ല, പുറത്തുനിന്ന് കൊടുക്കുന്ന ഇൻ്റർവ്യൂ. ഞാൻ ഇതേ കണ്ടീഷനിലാണ് പറഞ്ഞിട്ടുള്ളത്. അവരൊരു മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ, അവർ അതിലൊരു പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയാനില്ല. ആ ഒരു സ്റ്റേജ് അതിൻ്റെ കഴിഞ്ഞു. അതിലൂറ അവരവരുടെ തീരുമാനിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇനി ഇപ്പോഴത്തെ സ്റ്റേജിൽ അവർ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് അതൊരു കോണ്ടന്റിന് വേണ്ടി സംസാരിക്കാം, ഒരു വിഷയം ഉണ്ടാക്കാൻ സംസാരിക്കാം എന്നല്ലാണ്ട് അത് ഇനി സംസാരിക്കുന്നതിൽ പ്രസക്തി ഇല്ല. അവര് അങ്ങനെ പോകുന്നു. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാനും പോകുന്നില്ല, നിരുത്സാഹപ്പെടുത്താനും പോകുന്നില്ല. യോജിപ്പില്ല. കാരണം എനിക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനറിയില്ല, അറിയില്ല. ഞാൻ അവരൊരു മനുഷ്യരാണ്, ഞാൻ അവരെ മനുഷ്യരായിട്ട് കണ്ടിട്ടുള്ളൂ. അതായത് കൾച്ചറലി ഫോർവേഡ് ഞാനൊരു കാര്യം ചെയ്യുന്നു വിചാരിച്ചിട്ട് ചെയ്യണതല്ല. അയ്യേ, എനിക്കാണ്, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും. എനിക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനൊന്നും അറിയില്ല. സ്റ്റാൻഡ് അറിയാനിട്ട് ഞാൻ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. യെസ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ കൂടെ പോകാൻ, ഇപ്പം നമ്മളൊക്കെ അങ്ങനെ തന്നെ, ഞാനും അതേ നിലപാട്. അല്ലാണ്ട് അവർ ചെയ്ത ആക്ടിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി അതിൽ നിലപാടെടുത്തിട്ട് ആ ഒരു കൾച്ചറലി അത് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ ചെയ്ത കാര്യത്തിന് എതിർപ്പില്ല. പിന്നെ അവർ കാരണം ഷാനവാസ് വളരെ കൃത്യമായിട്ട് എന്നോടൊന്ന് പറഞ്ഞു, എൻ്റെ കുട്ടിയാണ് ഇതിങ്ങനെ ചെയ്തതെങ്കിലും ആദ്യം ഞാൻ എതിർക്കും, പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും, എന്നിട്ടും ആയില്ലെങ്കിൽ എന്നുള്ളൊരു വർത്തമാനമാണല്ലോ അന്ന് ഷാനവാസ് അതിനോട് പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ സമൂഹത്തിൽ അറിയിക്കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യരായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുന്നുണ്ട്. അവര് ഏതൊക്കെ രീതിയിലുള്ള തീരുമാനങ്ങൾ ഏറ്റെടുത്ത് നോക്കിയിട്ടാണ് നമ്മൾ പെരുമാറുന്നത്. ഇവിടെ 25 കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൽ 2 പേരാണ് അവര്. എനിക്ക് അവരോട് എല്ലാവരോടും പെരുമാറുന്ന പോലെ അവരോട് പെരുമാറേണ്ടി വരും, എല്ലാവരും സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കേണ്ടി വരും. അതിൽ ഞാൻ മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തെറ്റും ശരി ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ അവരുടെ ഒരു കാര്യത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല, നിരുത്സാഹപ്പെടുത്തുന്നില്ല. അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ കാരണം. അപ്പൊ അവരവരുടെ ജീവിതത്തിലുണ്ടായ കുറെ കാര്യങ്ങൾ അവരുടെ വർഷം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നി കുറച്ചൊക്കെ ഇവര് പറയുന്നതിന്റെ അടിസ്ഥാനത്തില് ഇവർ കുറെ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവരുടെ വർഷം ഇനി ഓപ്പോസിറ്റ് ഇവരുടെ പാരന്റ്സിന്റെ ഒക്കെ വർഷം എന്താണെന്നുള്ളതും എനിക്കറിയില്ല. ഞാൻ ഇതൊന്നും കേട്ടിട്ടും ഇതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ അവരെ കൂടെ കൂട്ടിയതും കരുതും. ഹൗസിനകത്തുള്ള സമാനമായ പ്രശ്നം അനുഭവിക്കുന്നവരെ കൂടെ ചേർത്ത് കൂട്ടമായിട്ട് ആക്രമിക്കാൻ വന്നവരെ കൂട്ടമായിട്ട് ആക്രമിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പ് വഴി നമുക്കുണ്ടായ ഒരു സ്നേഹം ഉണ്ടാകും. അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. യെസ്. ബിഗ് ബോസ് ഹൗസിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ വിമർശിച്ച എന്താണെന്ന് വെച്ചാൽ, അത് ഒറ്റയ്ക്ക് കളിക്കാൻ വന്ന് എല്ലാവരും ഒറ്റയ്ക്ക് കളിക്കാനാണ് വന്ന് എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തി അവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം ആ സമയത്തുള്ള എതിർപ്പ് മാത്രം നമ്മൾ ബിഗ് ബോസ് ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഫൈസൽ മലബാർ വിഷയം അതിപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇപ്പൊ ചിലപ്പോ ഇവരെ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടോ, ഡയറക്റ്റ് ഇവർ വന്നിട്ടുണ്ടോ അറിഞ്ഞോ എന്തോന്നും അല്ല, ചിലപ്പോൾ കോർഡിനേറ്റേഴ്സോ അവരുടെ മാനേജേഴ്സോ ആരെങ്കിലും ആയിരിക്കും ഗസ്റ്റുകൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളതും ഇതാക്കിയതും അങ്ങനെയൊക്കെ ആയിരിക്കും. സമൂഹത്തിന്റെ അടുത്ത് എന്തെങ്കിലും പല അഭിപ്രായങ്ങൾ വന്നപ്പോ ആള് ആ ഒരു സമയത്ത് പോസ്റ്റ് ഇട്ടതായിരിക്കാം. പോസ്റ്റ് ഇട്ടപ്പോഴാണ് പിന്നെ റിയാക്ഷൻസ് ഒക്കെ വന്നപ്പോഴായിരിക്കും അത് ഇത്. എന്തായാലും ഞാനൊരു അഭിപ്രായം പറയാം, പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു. ഒന്ന് ഇട്ട സ്ഥിതിക്ക് അത് പിൻവലിച്ച് ഓടാനും പാടില്ലായിരുന്നു.
ഇട്ട സ്ഥിതിക്കത് പിൻവലിച്ച് ഓടാൻ നിൽക്കണമായിരുന്നു. ആ സ്റ്റാൻഡിൽ നിൽക്കണമായിരുന്നു. അത് നമ്മൾ ഒരു തോറ്റ് പിൻവാങ്ങുന്ന പോലെയാണ് ഇക്ക ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ആദ്യത്തെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പാടില്ല. ആരെങ്കിലും പലരും പല വഴിക്കും പലതും പറയും. നമ്മുടെ ഒരു ഉറച്ച തീരുമാനത്തിൽ നമ്മൾ അതിഥികളാണ്. ആ അതിഥികളായിട്ട് വന്ന അത് ആരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഏതോ തീരുമാനങ്ങൾ എടുത്ത ആൾക്കാരായിക്കോട്ടെ, പക്ഷെ അവർ നമ്മുടെ വീട്ടിലോട്ട് ആര് ക്ഷണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വീട്ടിലോട്ടൊന്നും അതിഥികളെ അപമാനിക്കുന്ന വിധം ചെയ്യുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് അത് കേട്ടപ്പോ ഒരുപാട് വിഷമായി. കാരണം എത്ര കൃത്യമായിട്ടാണ് ഷാനവാസെ നിലപാടുകൾ പറയുന്നത്. ബിഗ് ബോസ് ഹൗസിനകത്ത് ഇത് ഈ ഒരു കണ്ടീഷനിൽ പോയാൽ മതിയായിരുന്നില്ലേ, വിന്നറായി വരായിരുന്നു. 55,000 ഉറുപ്പ്യാണ് ഒരു ദിവസം ഷാനവാസിന് കിട്ടുന്നതെന്നൊരു ഹിയർസേ ഉണ്ട്, കേട്ടു, നമുക്കറിയില്ല. ഏറ്റവും കൂടുതൽ അവിടെ പേയ്മെൻറ്റ് കിട്ടിയിരുന്ന ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ സമയം അവിടെ നിൽക്കുക, സാധാരണ കണ്ടീഷനിൽ അത് ഉണ്ടാവാറില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടിയിരുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ സമയം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദിസ് പേഴ്സൺ ഡിസേർവ്ഡ് ദി ടോപ്പ് 1. അത് കാരണം വെച്ചാൽ എന്തുകൊണ്ടാണ് പറയാൻ വെച്ചാൽ അവിടെ അനീഷിൻ്റെ കാര്യം മറക്കാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അനീഷ് കോമണറായിട്ട് ഇവരെ പോലെ, ഞാൻ ഷാനവാസിൻ്റെ കേസ് പറയാൻ കാരണം എന്താ അറിയോ, അത്രയധികം സപ്പോർട്ടാണ് ഷാനവാസിനെ, ഇത്രയും സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളൊരു വ്യക്തി. പക്ഷേ ആ വ്യക്തിനെ ഓവർടേക്ക് ചെയ്തിട്ട് ഒരാളവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് അനീഷിൻ്റെ വേറൊരു കഴിവ്. കാരണം വെച്ചാൽ സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി നമ്പർ 2 വരിക പറഞ്ഞാൽ ദാറ്റ്സ് ഓൾസോ നോട്ട് എ സ്മോൾ തിങ് അല്ലേ. നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന പിള്ളേരാണ്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഓരോ സംഭവങ്ങൾ. ആ സംഭവങ്ങളൊക്കെ കുറച്ച് കാണുമ്പോൾ മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ വിട്ടു. അതെല്ലാം ഞാൻ കാണുന്ന ഈ കാഴ്ചപ്പാടിലല്ല അവരൊക്കെ തിരിച്ച് കണ്ടിരുന്നത് എന്നാലും പലരും എന്നോട് പറഞ്ഞു. ഇറങ്ങിയ സമയത്തെങ്കിലും മനസ്സിലാക്കില്ല, ആ വീഡിയോ ഒക്കെ നിർത്ത് കാണണം. ഇവൻ എങ്ങനെയായിരുന്നു അവരെ വിചാരിച്ചിരുന്ന അവരെന്ത് പണിയാണ് തിരിച്ചു കൊടുത്തതെന്നുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ വീഡിയോസൊക്കെ കട്ട കലിപ്പ് വീഡിയോസ് ആയിരുന്നു. കാരണം ഇവങ്ങനെ കിടന്നിട്ട് നോളായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഈ പെങ്ങന്മാരെ പിന്നാലെ. ഇനിയെങ്കിലും എല്ലാവരും ഗെയിം, ബിഗ് ബോസിൻ്റെ ബ്യൂട്ടി അതാണല്ലോ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാം ഗെയിമാണെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റിയൊരു ഗെയിമാണ്, ഒരു സംഭവമാണല്ലോ ബിഗ് ബോസ് അല്ലേ. ഞാൻ ഇറങ്ങിയിട്ടു ബിഗ് ബോസ് എപ്പിസോഡ് ഇന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ ഒരു എപ്പിസോഡ് പോലും ഞാൻ കാണാതിരിക്കുക നല്ലത്. എനിക്ക് എന്തോ ഒരു കാണാനൊരു വിഷമം പോലെ മൊത്തത്തില് കാണണമെന്നുണ്ടെങ്കിൽ കാണണം. പക്ഷെ ആദ്യം തന്നെ ഇറങ്ങി വന്നപ്പോ കുറെ കാര്യങ്ങൾ കേട്ടപ്പോ കുറെ വിഷമങ്ങളും പിന്നെ സന്തോഷവും ഉണ്ട് കുറെ. അപ്പൊ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ റീൽസ് മാത്രമാണ് ഞാൻ കണ്ടത്. ഇറങ്ങുമ്പോ അത് മതി എന്ന് ഞാൻ വിചാരിച്ചു. കേൾക്കുമ്പോ ഇറങ്ങിയപ്പോ തന്നെ ഇങ്ങനെ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ ഇക്കാനോട് മോശമായിട്ട് അവര് പെരുമാറി, അതാണ് ഇതാണ്, അത് അവര് കാരണമാണ് എനിക്ക് വിന്നറാകാതിരുന്നത്, അവരെ സപ്പോർട്ട് ചെയ്തത്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവ്സ് ഇങ്ങനെ വന്നപ്പോ എനിക്ക് ഒരുപാട് വിഷമായി. പിന്നെ ഞാൻ ആ എപ്പിസോഡ് കാണാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനോ ഞാൻ നിന്നില്ല. എനിക്ക് ഞങ്ങളുടെ കുറെ തമാശ, എന്റെ അനീഷിന്റെ കുറെ തമാശകൾ, സാബുമാനുമായിട്ടുള്ള കുറെ തമാശകൾ, നൂറായിട്ടുള്ള കുറെ തമാശകൾ, അങ്ങനെ കുറെ തമാശകളുടെ കുറെ ഒരു കോമ്പോയുടെ കുറെ നല്ല നല്ല റീൽസും ഷോർട്സും അത് മാത്രം കാണാൻ ശ്രമിച്ചു. ഈ ഇന്റർവ്യൂ നിങ്ങൾ എന്തായാലും ഇവിടെ പോയി കാണണം, ഏഷ്യാനെറ്റിൽ കാണണം കേട്ടോ. കാരണം വെച്ചാൽ ബോഡി ലാംഗ്വേജ് എല്ലാം കാണേണ്ടത് തന്നെയാണ്. ഇനി അനീഷിനെ കുറിച്ച് പറയുന്നത്, അതെ, അനീഷ് വിന്നറാവും എന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഓക്കെ, കാരണം അനീഷ് പിടിച്ച അത്ര ഒരു ഗെയിം അനുമോള് പിടിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതാണ് സംഭവം, ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനീഷ് പിടിച്ചിട്ടുള്ള ഗെയിം അല്ലെങ്കിൽ അനീഷിൻ്റെ ഭാഗത്തുള്ള ഒരു ബിഗ് ബോസ് ഗെയിം അനുമോൾ അതിൻ്റെ 7 അയലത്തില്ല. റീ എൻട്രിക്കാരാണ് പണി പറ്റിച്ചത്. PR മാത്രമല്ല, PR ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല, പക്ഷെ റീ എൻട്രിക്കാർ പണി പറ്റിച്ചു. അതുകൊണ്ടാണ് അവരിപ്പോഴും കിടന്ന് ഇങ്ങനെ ചലച്ചോണ്ടിരിക്കുന്നത് അവിടെ ഇരുന്നിട്ട്. എനിക്ക് തോന്നുന്നു അനുമോൾക്ക് ഒരു ഈ റീ എൻട്രി ഉണ്ടായിരുന്നു. ഈ റീ എൻട്രിക്ക് ശേഷം അവളെ ഒറ്റപ്പെടുത്തി അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് അവിടെ കണ്ടിട്ടുള്ളത്. ആ സമയത്ത് ആ കുട്ടിയോട് ജനങ്ങൾക്കൊരു സിമ്പതി തോന്നിയതിന്റെ ഭാഗമായിരിക്കാം ആ കുട്ടിക്ക് ഇത്രയും വോട്ടുകൾ കയറിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അനീഷ് ആയിരുന്നു വിന്നർ ആവേണ്ടത്. ഞാൻ വിചാരിച്ചിരുന്നത് എന്റെയും അനീഷിന്റെയും കൈപിടിച്ച് ലാലേട്ടൻ കൊണ്ടുപോകുന്നത് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അതാണ് അതിന്റെ കറക്റ്റ് ആവുമായിരുന്നു. പക്ഷെ കൊളാക്കിയില്ലേ, അവിടെ പാസം കയറി വന്നുപോയി. പക്ഷെ അനുമോളുടെ കാരണം നമുക്ക് ആ സമയത്ത് അങ്ങനെയല്ല ചിന്തിക്കാൻ പറ്റില്ല. ആ പുറത്ത് എന്താ നടക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ.
ജനങ്ങൾ ഏതാണ് കയ്യിലെടുക്കുന്നത്. പക്ഷെ അനുമോളുടെ കുറെ കാര്യങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ളത് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ കുറെ ആൾക്കാർ അത് സത്യം പറയണം. അല്ല, ഇതിലെവിടെയും ഷാനവാസ് അനുമോളെന്നും കണ്ടസ്റ്റൻസിനെയോ ആരെയൊന്നും കുറ്റം പറഞ്ഞതായിട്ട് കണ്ടില്ല കേട്ടോ. അപ്പോൾ ഈ ആദിലനൂറ കേസ് പോലെയല്ല, ഈ അനുമോളൊന്നും കുറ്റം എവിടെയും ഷാനവാസ് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പല ആൾക്കാരും ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന കണ്ടു. ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഏത് അനുമോൾ വിന്നറായി അറിയാൻ പറഞ്ഞ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അനീഷിനേക്കാളും ഷാനവാസിനേക്കാളും എന്നുള്ളത് പേഴ്സണലി ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ അനീഷിലേറെ ആൾക്കാർ ഹൃദയത്തിൽ അനുമോളെ ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ കറക്റ്റാണത്. ഓ, വളരെ ട്രൂ. അനുമോളെക്കാളും അനീഷിനെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് പലരും. അതിങ്ങനെ നിരന്തരം രാവിലെ തൊട്ട് പോലെ നാമജപം പോലെ പറയുന്നുണ്ടെന്നല്ലാതെ അങ്ങനെയൊന്നും അതില്ല. വളരെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. വിൻ ചെയ്യാൻ അർഹത എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. അത് ഏതൊക്കെ വോട്ടിംഗ് കൊണ്ട് അത് ഏതൊക്കെ രീതിയിലാണ് അതിന്റെ കിടക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അനീഷിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഭയങ്കര ഗൗരവക്കാരനായ, ഭയങ്കര ദേശക്കാരനൊക്കെ ആയിരുന്ന ആളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു മാറ്റം ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എല്ലാവരും കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ചിരിക്കുകയും കളിക്കൊക്കെ ചെയ്യുന്നവർക്ക് ആ മാറ്റം ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം കണ്ടസ്റ്റൻസിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഹൗസ് മേറ്റ്സിനെ. അപ്പം പുറത്തുള്ള ആൾക്കാർക്ക് എനിക്ക് യെസ്, ഈ ഒരു ഇൻ്റർവ്യൂ ബാക്കി അത്രയും റെലവൻ്റ് അല്ല. കാരണം ഒരുപാട് ഏകദേശം 10-20 മിനിറ്റുള്ള ഇൻ്റർവ്യൂ ആണ്. അതിൽ കുറച്ച് പോർഷൻസാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഈ ഇൻ്റർവ്യൂ പറ്റുമെങ്കിൽ നിങ്ങൾ ഏഷ്യാനെറ്റിൽ പോയിട്ട് വേണമെങ്കിൽ ഒന്ന് കാണുക. സീരിയസ് ആയിട്ട് ബിഗ് ബോസിൽ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഒരു ട്രീറ്റ് തന്നെ ആയിരിക്കും ഈ ഇൻ്റർവ്യൂ. ഡെഫിനറ്റ്ലി യെസ്. പിന്നെ എൻ്റെ ഒരു കേസ് പേഴ്സണലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് ഒരാളെ എൻ്റെ ഉള്ളിൽ ചെല്ലുന്ന സമയത്ത് അയാൾ പൊട്ടത്തരം കാണിക്കുക, അതിൻ്റെ ഏഴേലത്ത് പോകാത്ത രീതിയിലുള്ളൊരു ഗെയിമും കളിച്ച് മുന്നോട്ട് പോവുക എന്ന് വരുന്ന സമയത്താണ് നമുക്ക് സ്വാഭാവികമായിട്ടൊരു അമർഷം ഫീൽ ചെയ്യും. ആ ഒരു അമർഷത്തിൽ നിന്ന് ഇൻഡിവിജ്വൽ ഗെയിമിനെ അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. ഇൻഡിവിജ്വലായിട്ട് വ്യക്തികളല്ല, അതിൻ്റെ ഉള്ളിൽ ചെല്ലുന്ന അവർ ചെയ്യുന്ന ഗെയിം, ഓരോ വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകളും കാര്യങ്ങളാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ളത്. ആ ഒരു വിമർശനം ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുന്നു, മുഖം കാണിക്കാൻ അർഹതയുള്ളവരും അങ്ങനെ കാണിക്കാനും പറ്റുന്നൊരു മുഖം പുറത്ത് പറയാൻ പറ്റുന്ന ഒരു ഐഡൻറ്റിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ സംസാരിക്കുക. അവർക്കുള്ള മറുപടി അതേ ഇതിൽ മറുപടി തരും. അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഈ മുഖം കാണിക്കാതെ കൊടുക്കുന്ന ചാനലുകൾ, അതുപോലത്തെ ചെറ്റകൾക്ക് മറുപടി ഇല്ല. അത് മാത്രം മനസ്സിലാക്കുക. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച ഇങ്ങനത്തെ ആൾക്കാർ തരാതിരിക്കില്ല. ആ നക്കാപ്പിച്ച വാങ്ങാൻ റെഡിയായിട്ട് ഇരുന്നോളുണ്ടോ കേട്ടോ. ക്ഷമിക്കണം, സോറി, ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടി വന്നു. എന്തെങ്കിലും ഒരു ദിവസം പറയണമെന്ന് വിചാരിച്ചാണ്, ലൈവിൽ ഒന്ന് പറയാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇതോടുകൂടി നിർത്തി. നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഇനി പ്രതികരണമില്ല. അപ്പോൾ ടേക്ക് കെയർ. ആൻഡ് കമൻറ്റ് എഴുതുന്നവരല്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്, കമൻറ്റ് ചെയ്യുന്നവരല്ല. നിങ്ങൾ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളെ പറ്റി നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു ദേഷ്യം കൊണ്ട് പറയുന്നതെന്ന് എനിക്കറിയാം. കമൻറ്റ് എഴുതുന്നവരെ ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.